Hello everyone, welcome to Botany Bunny. കേരള PSC പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അണ്ടറിൽ വരുന്ന അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എന്ന എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോളിക്കുലാർ ബയോളജിയിൽ വരുന്ന ചില ടോപ്പിക്സും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെൽ ബട്ടണും കൂടെ അമർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. കൂടെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടെലിഗ്രാം ചാനലിൽ നമ്മൾ പുതിയ അപ്ഡേഷൻസും ഇൻഫോർമേഷൻസും എല്ലാം പാസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അതിലും കൂടെ ഒന്ന് അപ്ഡേറ്റഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ബോട്ടണി ബണ്ണി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. പബ്ലിക് ആയ ചാനലാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. DNA as an acidic substance present in nucleus was first identified by Dash in 1869. Option A, Friedrich Meissner. Option B, Erwin Chargaff. Option C, Maurice Wilkins. Option D, Rosalind Franklin. So, option A, Friedrich Meissner ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനകത്ത് പ്രസന്റ് ആയിരിക്കുന്ന അസിഡിക് സബ്സ്റ്റൻസ് ആയ DNA ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത് ഫ്രെഡറിക് മീസ്നർ ആണ്. അദ്ദേഹം അതിനെ ന്യൂക്ലിഡ് എന്നാണ് പേര് വിളിച്ചത്. ഇത് പിന്നീട് ടെക്നിക്കൽ ലിമിറ്റേഷൻസ് കാരണം അദ്ദേഹത്തിന് DNA ഐസൊലേറ്റ് ചെയ്യാനൊന്നും സാധിച്ചില്ല. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് DNA ഐസൊലേഷനും സ്ട്രക്ചറിന്റെ ഇലിസിറ്റേഷനും ഒക്കെ സംഭവിക്കുന്നത്. Transcriptionally, active chromatin consists of option A, nucleosomes, option B, heterochromatin, option C, euchromatin, option D, both A and C. So, option C, euchromatin ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് DNA സ്പെസിഫിക് ആയ ഒരു സ്റ്റെയിൻ വെച്ച് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ലൈറ്റ് സ്റ്റെയിൻഡ് ആയിട്ടാണ് യൂക്രോമാറ്റിനെ കാണാനായിട്ട് സാധിക്കുന്നത്. യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഒരുപാടധികം ജീൻസ് ഉള്ള ഏരിയയാണ്. സോ ഇവരാണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. യൂക്രോമാറ്റിന്റെയും ഹെട്രോക്രോമാറ്റിന്റെയും ഒരു ഡിഫറൻസിയേഷൻ നോക്കാൻ വേണ്ടിയിട്ട്. യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത് ലൂസ്ലി പാക്ഡ് ഫോം ഓഫ് DNA ആണ്. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ടൈറ്റ്ലി പാക്ഡ് ഫോം ഓഫ് DNA ആണ്. ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ യൂക്രോമാറ്റിൻ്റെത് ലെസ് ആണ്, ഹെട്രോക്രോമാറ്റിൻ്റെത് ഹൈ ആണ്. ഇനി നമുക്ക് യൂക്രോമാറ്റിനെ പ്രോകാരിയോട്സിലും അതുപോലെ തന്നെ യൂകാരിയോട്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഹെട്രോക്രോമാറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂകാരിയോട്സിലാണ്. ഇത് കൂടാതെ യൂക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് ആക്റ്റീവ് സ്റ്റേറ്റിലാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഹെട്രോക്രോമാറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻആക്റ്റീവ് സ്റ്റേറ്റിലാണ്. റെപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവർ ഏർലി റെപ്ലിക്കേറ്റീവ് ആണ്. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ലേറ്റ് റെപ്ലിക്കേറ്റീവ് ആണ്. സ്റ്റിക്കി ആൻഡ് നോൺ സ്റ്റിക്കിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സ്റ്റിക്കി ആൻഡ് ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് സ്റ്റിക്കി റീജിയൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷനിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ളത് യൂക്രോമാറ്റിൻ ആണ്. അതേസമയം ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ നോ ഓർ ലിറ്റിൽ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ആണ് ഹെട്രോക്രോമാറ്റിൻ കാണിച്ചു വരുന്നത്. Among the two nucleic acids, DNA is a better genetic material because option A, DNA is chemically less reactive, structurally more stable. Option B, DNA chemically is more reactive, structurally more stable. Option C, DNA chemically is more reactive, structurally less stable. Option D, DNA chemically is less reactive, structurally less stable. So, nucleic acids എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, DNA ഉണ്ട്, അതുപോലെ തന്നെ RNA ഉണ്ട്. സോ അതുകൊണ്ട് ഇതിനകത്ത് DNA ആണ് ബെറ്റർ ആയ ജനറ്റിക് മെറ്റീരിയൽ എന്നതിനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ A, കെമിക്കലി ലെസ് റിയാക്റ്റീവ് ആൻഡ് സ്ട്രക്ചറലി മോർ സ്റ്റേബിൾ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. DNA ആൻഡ് RNA ബേസ് ചെയ്തുകൊണ്ട് ഒരു കമ്പാരിസൺ നമുക്ക് നോക്കുകയാണെങ്കിൽ DNA എപ്പോഴും എന്താ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചേഴ്സ് ആണ്. whereas RNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് DNA എന്ന് പറയുന്നത് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. RNA എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷുഗർ ഫോസ്ഫേറ്റുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. RNA എപ്പോഴും എന്താണ്
സിംഗിൾ സ്റ്റാൻഡേർഡ് ആയ ഷുഗർ ഫോസ്ഫേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് ഡീഓക്സി റൈബോസ് ആണ്. അതേസമയം RNA അത് റൈബോസ് ഷുഗർ ആണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കറിയാം ന്യൂക്ലിയോ ബേസസ് ഉണ്ട്, ഫോസ്ഫേറ്റ്സ് ഉണ്ട്, അതുപോലെ ഷുഗറും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വേറാസ് ഇൻ DNA ആയിക്കോട്ടെ അതേപോലെ RNA ആയിക്കോട്ടെ, ന്യൂക്ലിയോ ബേസസ് ഇൻ DNA നമ്മൾ നോക്കുകയാണെങ്കിൽ തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം RNA കാണാൻ സാധിക്കുന്നത് സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ ആൻഡ് യൂറാസിലിനെയാണ്. തൈമിൻ ആണ് DNA നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറാസ് നമ്മുടെ RNA നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരെയാണ്? യൂറാസിലിനെയാണ്. ഇനി നമ്മുടെ സ്ട്രക്ചറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ RNA നോക്കിക്കഴിഞ്ഞാൽ every nucleotide residue has additional OH group present at 2' position in ribose. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് 2' പൊസിഷനിൽ എക്സ്ട്രാ ഒരു OH ഉണ്ട്, പക്ഷെ DNA ആ പറയുന്ന OH ഗ്രൂപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ DNA എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് എന്ത് പറയാം? DNA കുറച്ച് കൂടുതൽ സ്റ്റേബിൾ ആണ്, ലെസ് റിയാക്റ്റീവ് ആണ് എന്നൊക്കെ പറയാൻ സാധിക്കും. ഇതേപോലെ യുറാസിലാണ് നമുക്ക് തൈമിന്റെ പ്ലേസിൽ നമുക്ക് RNA കാണാനായിട്ട് സാധിക്കുന്നത്. DNA നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡീഓക്സി റൈബോസ് ഷുഗർ ആണ്. ഇവർക്ക് ഓക്സിജൻ കണ്ടെയ്നിങ് ആയ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് കുറവാണ്. അതുകൊണ്ട് തന്നെ DNA എന്ന് പറയുന്നത് എങ്ങനെയാണ്? കുറച്ച് കൂടുതൽ സ്റ്റേബിൾ ആണ് ദാൻ ദാറ്റ് ഓഫ് ദി RNA. നമുക്കറിയാം അല്ലെ, RNA-നകത്ത് എന്തുണ്ട്? 2' പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ RNA DNA അത്രയും സ്റ്റേബിൾ അല്ല എന്നാണ് പറയേണ്ടത്. ഇനി DNA കുറച്ച് കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ട് ജനറ്റിക് ഇൻഫർമേഷനെ കീപ്പ് ചെയ്യാനായിട്ട് DNA-ക്ക് സാധിക്കുന്നുണ്ട്. ഇനി RNA നോക്കിക്കഴിഞ്ഞാൽ RNA ഇപ്പോഴും എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, റൈബോസ് ഷുഗർ ആണ് ഇവർക്കുള്ളത്. അതേസമയം DNA-ക്ക് എന്താണ്? ഡീഓക്സി റൈബോസ് ആണ്. ഇതൊക്കെ കാരണം DNA എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കുകയും RNA എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ അൺസ്റ്റെബിലിറ്റി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RNA പെട്ടെന്ന് ഡീഗ്രേഡ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. DNA replicates semi-conservatively was shown first in option A, Escherichia coli, option B, human cells, option C, Vishia faba, option D, bacteriophage. So option A, E. coli ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് E. coliനെ മോളിക്കുലർ ബയോളജിയിൽ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, E. coli എന്ന് പറയുന്നത് ഒരു പ്രിഫേർഡ് ഹോസ്റ്റ് ആണ് ഫോർ ജീൻ ക്ലോണിംഗ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഹൈ എഫിഷ്യൻസി ഉണ്ട് ഇൻ ഇൻട്രൊഡക്ഷൻ ഓഫ് DNA മോളിക്യൂൾസ് ഇൻ ടു സെൽസ്. സെൽസിനകത്തോട്ട് DNA മോളിക്യൂൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് E. coliക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇവർ പ്രോട്ടീൻ പ്രൊഡക്ഷനിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഹോസ്റ്റ് ആണ്. കാരണം അവർ പെട്ടെന്ന് തന്നെ വളരുന്നുണ്ട്. അതേപോലെ പ്രോട്ടീൻസിനെ പെട്ടെന്ന് തന്നെ ഹൈ ലെവലിൽ എക്സ്പ്രസ് ചെയ്യാനും E. coliക്ക് സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മോളിക്കുലർ ബയോളജിയിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് E. coli എന്ന് പറയുന്നത്. Duplication of DNA is called option A, replication, option B, transduction, option C, transcription, option D, translation. Duplication of DNA നെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A, replication ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. DNA replication is the process by which double-stranded DNA molecule is copied to produce two identical DNA molecules. So replication വഴിയായിട്ട് സെൽ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് പുതിയ ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് പുതിയ ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ സെയിം ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ DNA കിട്ടാൻ വേണ്ടിയിട്ട് പാരന്റ് സെല്ലുള്ളത് പോലെ തന്നെ ഡോട്ടർ സെൽസിനകത്തും ഒരേപോലുള്ള DNA കിട്ടുന്നതിന് വേണ്ടിയിട്ട് സെല്ല് ഡിവിഷൻ ചെയ്യുമ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴിയായിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂളുള്ള അതേ കോപ്പി ഓഫ് ഇൻഫർമേഷൻ അവിടെ പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. ഡബിൾ സ്റ്റാൻഡേർഡ് ആയ DNA അൺവൈൻഡ് ചെയ്ത് ഓരോ സ്ട്രാൻഡുകളായിട്ട് മാറുകയും അവിടെ നിന്ന് പുതിയൊരു റെപ്ലിക്കേഷൻ നടന്ന് രണ്ട് സ്ട്രാൻഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ രണ്ട് സ്ട്രാൻഡുകളിലും ഒരേ പാരന്റിനകത്തുള്ള അതേ ജനറ്റിക് ഇൻഫർമേഷൻ ആയിരിക്കും ഡോട്ടർ സ്ട്രാൻഡ്സിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഡോട്ടർ സ്ട്രാൻഡ്സ് ഓരോ സെല്ല് ഡിവിഷൻ നടക്കുമ്പോഴും, അതായത് പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെല്ലായിട്ട് മാറുമ്പോൾ അവർക്ക് ഒരേപോലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് ഈ റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരേപോലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
ഇവിടെ നമ്മുടെ ഡോട്ടർ സെല്ലിന് ഒരേ ഐഡന്റിക്കൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പാരന്റിനെ പോലെ തന്നെയുള്ള ഡോട്ടർ സെൽസ് ആണ് ഈ പ്രോസസ്സ് വഴിയായിട്ട് ഇവിടെ ഉണ്ടാവുന്നത്. Purines of DNA are represented by option A uracil and thymine, option B guanine and adenine, option C uracil and cytosine, option D thymine and cytosine. Purines of DNA represent ചെയ്യുന്നത് ഓപ്ഷൻ ബി guanine and adenine വെച്ചിട്ടാണ്. പ്യൂരിൻ ആയിക്കോട്ടെ പിരിമിഡിൻ ആയിക്കോട്ടെ രണ്ടും ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. DNA സിന്തസിസിൽ ഭാഗമാകുന്ന ആൾക്കാരാണ് ഈ പറയുന്ന പ്യൂരിനും അതുപോലെ പിരമിഡിനും എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവരെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ DNA ആൻഡ് RNA എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇവരെ നമുക്ക് എന്ത് പറയാം? നൈട്രജൻ ബേസുകൾ എന്ന് പറയാം. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ഇതൊക്കെയാണ് നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയ DNA കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയം തൈമിന് പകരം യുറാസിൽ ആണ് RNA നമുക്ക് കാണാൻ സാധിക്കുന്ന നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. പ്യൂരിൻ എന്ന് പറയുമ്പോൾ അഡിനിനും ഗ്വാനിനും ആണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഇവര് 2 കാർബൺ നൈട്രജൻ റിംഗ് ബേസസ് ആണ്. അതേസമയം പിരമിഡിൻ എന്ന് പറയുന്നത് സൈറ്റോസിനും തൈമിനും യുറാസിലും ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. DNA നമുക്ക് കാണാൻ സാധിക്കുന്ന ആരൊക്കെയാണ്? സൈറ്റോസിനെയും അതുപോലെ തന്നെ തൈമിനെയുമാണ്. സോ ഇവരെന്ന് പറയുന്നത് 1 കാർബൺ നൈട്രജൻ ബേസുകളാണ്. പ്യൂരിന്റെയും പിരിമിഡിന്റെയും സ്ട്രക്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്യൂരിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അഡിനിനെയും ഗ്വാനിനെയും ആണ്. അതേസമയം പിരിമിഡിനകത്ത് നമുക്ക് സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിലിനെ കാണാൻ സാധിക്കും. തൈമിൻ നമുക്ക് DNA മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. യുറാസിലിനെ നമുക്ക് RNA കാണാനായിട്ട് സാധിക്കുന്നത്. The DNA nitrogen base thymine forms 2 hydrogen bonds with option A guanine, option B adenine, option C cytosine, option D thymine. So DNA nitrogen base ആയ thymine എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഓപ്ഷൻ ബി അഡിനുമായിട്ടാണ് thymine ബോണ്ട് ഫോർമേഷൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തൈമിൻ ആയിക്കോട്ടെ യുറാസിൽ ആയിക്കോട്ടെ അവർ പെയർ ചെയ്യുന്നത് അഡിനിനുമായിട്ടാണ്. അവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? 2 ഹൈഡ്രജൻ ബോണ്ടുകളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അതേസമയം സൈറ്റോസിനും ഗ്വാനിനും തമ്മിൽ ഉണ്ടാവുന്ന ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് 3 ആണ്. 3 ഹൈഡ്രജൻ ബോണ്ടുകളാണ് സൈറ്റോസിനും ഗ്വാനിനും തമ്മിൽ ഉണ്ടാകുന്നത്. സോ DNA-നകത്ത് നമുക്ക് അഡിനിനും തൈമിനും ആണ് പെയർ ചെയ്യുന്നത് കാണുന്നത്. അതേസമയം RNA-നകത്ത് നമുക്ക് എങ്ങനെ കാണുന്നത്? അഡിനിനും യുറാസിലും തമ്മിലാണ് 2 ഹൈഡ്രജൻ ബോണ്ടിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഗ്വാനിന്റെയും സൈറ്റോസിന്റെയും ബോണ്ട് നമുക്ക് RNA-യിലും കാണാം, അതുപോലെ തന്നെ DNA-നകത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. According to Chargaff rule, option A pyrimidine is equal to pyrimidine, option B purine is equal to purine, option C T is equal to C, option D pyrimidine is equal to purine. So option D pyrimidine is equal to purine ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Chargaff rule പ്രകാരം DNA from any cell of all organism should have 1:1 ratio. അതാണ് ബേസ് പെയർ റൂൾ എന്ന് പറയുന്നത്. അതായത് പിരമിഡിന്റെയും പ്യൂരിന്റെയും ബേസസ് എന്ന് പറയുന്നത് 1:1 റേഷ്യോയിലാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എമൗണ്ട് ഓഫ് ഗ്വാനിൻ എന്ന് പറയുന്നത് സൈറ്റോസിനോട് ഈക്വൽ ആയിരിക്കും. എമൗണ്ട് ഓഫ് അഡിനിൻ എന്ന് പറയുന്നത് തൈമിനോട് ഈക്വൽ ആയിരിക്കും. സോ അഡിനിൻ എപ്പോഴും ആരുമായിട്ടാണ് പെയറിംഗ് നടത്തുന്നത്? തൈമിനുമായിട്ടാണ്. ഗ്വാനിൻ പെയർ ചെയ്യുന്നത് സൈറ്റോസിനുമായിട്ടാണ്. ഇവർ തമ്മിൽ ഉണ്ടാവുന്ന ബോണ്ട് എന്ന് പറയുന്നത് വീക്ക് ഹൈഡ്രജൻ ബോണ്ടുകളാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പ്യൂരിൻ എന്ന് പറയുന്നത് പിരമിഡിനോട് ഈക്വൽ ആയിരിക്കണം. ആൻഡ് A, T and G, C ഇങ്ങനെ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഇവരുടെ എമൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് അഡിനിൻ is equal to thymine and guanine is equal to cytosine. Purine base present in RNA. Option A guanine, option B thymine, option C cytosine, option D uracil. So RNA-നകത്ത് കാണാൻ സാധിക്കുന്ന പ്യൂരിൻ ബേസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഗ്വാനിൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് DNA-നകത്ത് കാണാൻ സാധിക്കുന്ന പിരമിഡിൻ ബേസ് എന്ന് പറയുന്നത് സൈറ്റോസിൻ ആൻഡ് തൈമിൻ ആണ്. അതേസമയം RNA-യിൽ തൈമിന് പകരം നമുക്ക് കാണാൻ സാധിക്കുന്നത് യുറാസിലിനെയാണ്. പ്യൂരിൻ ബേസ് നോക്കുകയാണെങ്കിൽ DNA-യിൽ ആയിക്കോട്ടെ RNA-യിൽ ആയിക്കോട്ടെ രണ്ടും സെയിം ആണ്. അഡിനിനും
ഗ്വാനിനും ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അകത്ത് പ്യൂരിൻ ബേസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നതിനകത്ത് ഗ്വാനിൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്യൂരിൻ ബേസ് എന്ന് ചോദിച്ചപ്പോൾ ഗ്വാനിൻ എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത്. സോ അഡിനിനും ഗ്വാനിനും നമുക്ക് ആരിൽ കാണാൻ സാധിക്കും? RNAയിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ DNA-യിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Nucleic acids are a polymer of nucleotide monomeric units. Each nucleotide consists of option A base sugar OH, option B sugar phosphate, option C base sugar phosphate, option D base and sugar. So ന്യൂക്ലിയോടൈഡിനകത്ത് ഏതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ബി ബേസ്, ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ബേസ് എന്ന് പറയുന്നത് ആരാണ്? നൈട്രജൻ ബേസുകളാണ്. പിന്നീട് നമുക്ക് ഷുഗർ ആയിട്ട് ഡിയോക്സി റൈബോസിനെയോ അല്ലെങ്കിൽ റൈബോസിനെയോ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും ചേർന്നിട്ടാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് പാർട്ട് ഓഫ് ന്യൂക്ലിയോടൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 ഭാഗങ്ങളാണ് ന്യൂക്ലിയോടൈഡിനുള്ളത്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പെൻഡോസ് ഷുഗർ ആൻഡ് നൈട്രജൻ ബേസ്. പെൻഡോസ് ഷുഗർ എന്ന് പറയുമ്പോൾ അത് ഡിയോക്സി റൈബോസോ അല്ലെങ്കിൽ റൈബോസോ ആകാം. നൈട്രജൻ ബേസിനകത്ത് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ, യുറാസിൽ ഇതൊക്കെ നമുക്ക് വരാവുന്നതാണ്. ഷുഗർ മോളിക്യൂൾ present in nucleotide is option A triose, option B tetrose, option C pentose, option D hexose. So option C pentose ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, പെൻഡോസ് ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്ക് 5 കാർബൺ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ പെൻഡോസ് ഷുഗർ ഇൻ DNA ആണ് ഡിയോക്സി റൈബോസ്, ആൻഡ് ഇൻ കേസ് ഓഫ് RNA എന്താണ്? അത് റൈബോസ് ഷുഗർ ആണ്. ന്യൂക്ലിയോസൈഡ് contains option A base sugar, option B base phosphate, option C base sugar phosphate, option D sugar phosphate. ന്യൂക്ലിയോസൈഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ A ബേസ് ആൻഡ് ഷുഗർ ആണ്. സോ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് ബേസിന്റെയും ഷുഗറിന്റെയും ഒരു കോംപ്ലക്സ് ആണ്. സോ ഇവിടെ നമുക്ക് കാണാം ഷുഗറും അതുപോലെ നൈട്രജനും ബേസും കൂടി ചേർന്നതാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയോ ബേസ് പ്ലസ് റൈബോസ് അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ആണ് നമുക്ക് പെൻഡോസ് ഷുഗർ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതേസമയം ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. സോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ അഡീഷണൽ നമ്മൾ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. Histones are rich in basic amino acid residues. Option A arginine and lysine, option B lysine and valine, option C proline and aspartic acid, option D glycine and valine. So option A arginine and lysine ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. The negatively charged DNA is wrapped around positively charged histone octamer to form a structure called option A nucleosome, option B nucleus, option C chromosome, option D chromatin. So negatively charged ഉള്ള DNA wrap ചെയ്യുന്നുണ്ട് ആരേന് ചുറ്റും? പോസിറ്റീവ് ചാർജ് ഉള്ള ഹിസ്റ്റോൺ ഒക്ടോമേഴ്സിന് ചുറ്റും. സോ ഇവരുടെ ആ സ്ട്രക്ചറിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ A nucleosome എന്നാണ് വിളിക്കുന്നത്. The basic unit of DNA packaging with histone proteins is called as nucleosomes. ഇവിടെ നമുക്ക് കാണാം DNA wrap ചെയ്ത് ഹിസ്റ്റോൺ ഒക്ടോമറിന് ചുറ്റും wrap ചെയ്ത് കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോം ഫോർമേഷൻ നടക്കുന്നത്. ഈ സ്ട്രക്ചറിനെ, അതായത് ഹിസ്റ്റോൺ ഒക്ടാമർ 8 യൂണിറ്റ് ഉള്ള ഹിസ്റ്റോൺ ഒക്ടാമറിനകത്ത് നമുക്ക് DNA wrap ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ wrapനെയാണ് എന്ത് വിളിക്കുന്നത്? nucleosome എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. So the key difference between histones and nucleosome is that histone എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ്, that is packaging the DNA into the nucleosome. nucleosome ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ. while nucleosome എന്ന് പറയുന്നത് basic unit of DNA packaging ആണ്. ഇവിടെ നമുക്ക് കാണാം ഇത് ഓരോ യൂണിറ്റ് ആണ് nucleosome എന്ന് പറയുന്നത്. ഇങ്ങനെ wrap ചെയ്തിട്ടാണ് അത് കണ്ടൻസ് ചെയ്ത് എന്തായിട്ട് മാറുന്നത്? ക്രോമസോം ആയിട്ട് മാറുന്നത്. Nucleosomes constitute the repeating unit of a structure in nucleus called dash, that is thread-like stained bodies seen in the nucleus. Option A chromatin, option B chromosome, option C histone, option D histone octamers. So option A
ക്രോമാറ്റിൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. DNA എന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടാമേഴ്സിന് ചുറ്റും wrap ചെയ്തിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇങ്ങനെ wrap ചെയ്ത സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോംസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയോസോംസ് ഫർദർ കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമാറ്റിൻ അഥവാ ക്രോമാറ്റിൻ ഫൈബർ ഫോർമേഷൻ നടക്കുന്നത്. ഇത് ഇന്റേൺ കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോംസ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഈ ക്രോമസോംസിനെയാണ് നമുക്ക് ന്യൂക്ലിയസിനകത്ത്, നമുക്ക് ഇതെല്ലാം കൂടെ ചേർന്നാണ് ക്രോമസോം ആയിട്ട് നമുക്ക് ന്യൂക്ലിയസിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. സോ DNA എന്ന് പറയുന്നത് പാക്കേജ് ചെയ്യുന്നുണ്ട് വിത്ത് എ സ്പെഷ്യൽ പ്രോട്ടീൻ വിച്ച് ഇസ് ദ ഹിസ്റ്റോൺ ടു ഫോം ദ ക്രോമാറ്റിൻ. സോ ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹിസ്റ്റോൺസിന്റെയും DNAയുടെയും ഒരു കണ്ടൻസ്ഡ് ഫോം ആണ്. സോ ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്നത് പിന്നെയും കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോം ആയിട്ട് മാറുന്നത്. സോ ക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോവർ ഓർഡർ ഓഫ് DNA ഓർഗനൈസേഷൻ. അതേസമയം ക്രോമസോം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹയർ ഓർഡർ ഓഫ് DNA ഓർഗനൈസേഷൻ. സോ ഈ ക്രോമാറ്റിനിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് എന്ത്? ന്യൂക്ലിയോസോംസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ കുറേ ടേംസ് പഠിച്ചു, പക്ഷെ ഒന്നും കൊണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ജസ്റ്റ് DNA ഹിസ്റ്റോൺ പ്രോട്ടീൻസിന് ചുറ്റും wrap ആവുന്നു, അത് ന്യൂക്ലിയോസോംസ് എന്ന് വിളിക്കുന്നു. അതിന്റെ ഓരോ യൂണിറ്റിനെയും അത് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ക്രോമാറ്റിൻ ഫോം ചെയ്യുന്നത്. ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആണ് പിന്നീട് ക്രോമസോം ആയിട്ട് മാറുന്നത്. DNAയുടെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് MCQ ആയി തന്നെ വീഡിയോ ചെയ്യാം എന്ന് കരുതുന്നു. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഈ ഒരു MCQ ഡിസ്കഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടെ അമർത്താം. നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഉർബാനി സൈനിങ് ഓഫ്. താങ്ക് യു.